ചൈനയിൽ പല പല ട്രെൻഡുകളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ അറിഞ്ഞ് അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡാണ് ചൈനക്കാർ ലോകത്തിനു മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പുരുഷന്റെ ആലിംഗനം കാരണം ആ സമ്മർദ്ദം കുറയ്ക്കാനും അതുവഴി അവർക്ക് ആശ്വാസമുണ്ടാകാൻ സാധിക്കുമെന്നും പുതിയ ഒരു കണ്ടെത്തൽ ചൈനയിലെ ഒരു ട്രെൻഡായി വരികയാണ്. ഈ ട്രെൻഡിന് വേണ്ടി സ്ത്രീകൾ തങ്ങളെ ആലിംഗനം ചെയ്യാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് ആലിംഗനം ചെയ്യാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നുണ്ട്. ഒരു പുരുഷനെ എന്ന് വെച്ചാൽ ഓരോ സ്ത്രീകളും അവരവർക്ക് താല്പര്യമുള്ള ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പുരുഷനെ കണ്ടിട്ട് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യണമെന്നല്ല. അതിനുവേണ്ടി ചില തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട് എന്ന് മാത്രം. അതിനുവേണ്ടി മുൻകൂട്ടി അവരുമായി സോഷ്യൽ മീഡിയയിലോ മറ്റോ ചാറ്റ് ചെയ്യുന്നു. തങ്ങൾക്ക് പറ്റിയ ആളാണോ, തങ്ങൾക്ക് താല്പര്യമുള്ള രൂപഘടനയുള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. മസിൽ ബോഡിയുള്ള പുരുഷന്മാർക്ക് സന്തോഷിക്കാം. കാരണം മസ്കുലാർ ബോഡിയുള്ള പുരുഷന്റെ മനോഹരമായ ആലിംഗനമാണ് ഈ സ്ത്രീകളിൽ ഏറിയ കൂറും ആഗ്രഹിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, 5 മിനിറ്റ് ഒരു പുരുഷന്റെ ആലിംഗനത്തിനായി ചൈനീസ് യുവതികൾ നൽകുന്നത് 600 രൂപയോളമാണ്. അതായത് അവരുടെ നാണയമായ യുവാനിൽ നോക്കിയാൽ 20 മുതൽ 50 യുവാൻ വരെയാണ് അവർ നൽകുന്നത്. നല്ല ശക്തിയുള്ള പുരുഷന്റെ ആലിംഗനം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പുതിയ ഇത് ചൈനയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അവർ അതിനുവേണ്ടി ഒരു പ്രത്യേക ആപ്പിലൂടെ ചില ചാറ്റിംഗ് ഒക്കെ നടത്തും. അതായത് ചാറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ആ ഒരു പുരുഷനെ തിരഞ്ഞെടുക്കും. അവർ പ്രധാനമായും സബ്വേകളിലും മാളുകളിലും പൊതു ഇടങ്ങളിലുമൊക്കെ ആലിംഗനം ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ചൈനയിലെ ഒരു സ്ഥിരമായി ജിമ്മിലൊക്കെ പോകുന്ന മസിലുള്ള പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന ഒരു വിശേഷണമായിരുന്നു മാൻ മംസ്. എന്നാൽ ഇപ്പോൾ നല്ല ശരീരവും മനസ്സുമൊക്കെയുള്ള പുരുഷന്റെ ആലിംഗനത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പേരായിട്ട് ഈ മാൻ മംസ് മാറിയിട്ടുണ്ട്. പലർക്കും സമ്മർദ്ദം കുറയ്ക്കാൻ ഈ മാൻ മംസിലൂടെ സാധിച്ചു എന്നാണ് പലരും തുറന്നു എഴുതുന്നത്. അതിൽ വിദ്യാർത്ഥിനികളും ഉണ്ട്. അതിലൊരു വിദ്യാർത്ഥിനി പറയുന്നത്, തനിക്ക് ഈ ആലിംഗനം ലഭിച്ചതിന് ശേഷം, ഈ അടുത്ത കാലത്ത് ആലിംഗനം ലഭിച്ചതിന് ശേഷം വളരെ ആശ്വാസമുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ചിലർ ഇതിന്റെ മോശവശങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം സ്ത്രീ ആലിംഗനം ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് സ്വാഭാവികമായി ലൈംഗികമായ താല്പര്യങ്ങൾ ഉണ്ടായാൽ അതിക്രമങ്ങൾ അവർ ചെയ്യുമെന്നുള്ള സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. എങ്കിലും മാൻ മംസിന് ദിവസേന ആവശ്യക്കാർ കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ പണം നൽകിക്കൊണ്ട് ആലിംഗനം ചെയ്യുന്നത് മനുഷ്യബന്ധങ്ങൾക്കിടയിലുള്ള ആ ഒരു വിടവുകൾ, അതിർത്തി വിടവുകളുണ്ടല്ലോ, മനുഷ്യബന്ധങ്ങൾ, ലിംഗഭേദങ്ങൾ അല്ലെങ്കിൽ ജാതി മതഭേദങ്ങൾ, വർഗഭേദങ്ങൾ, വർണ്ണഭേദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യബന്ധത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമായിട്ടും ഈ മസ്കുലർ ബോഡിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണമാണ് നേരത്തെ പറഞ്ഞത്. കാരണം ഇത്തരത്തിൽ ശക്തരായ പുരുഷന്മാരുടെ ആലിംഗനത്തിന് സമ്മർദ്ദം കുറയ്ക്കാനും അവർക്ക് സന്തോഷം നൽകാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ആപ്പുകൾ വഴിയാണ് ഈ മാൻ മം സേവനം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ആശ്വാസം തേടുന്ന യുവതികളുടെ എണ്ണം ചൈനയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പെരുമാറ്റം, ക്ഷമ, ശരീരഘടന, രൂപം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അവർ പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഉയരമുള്ള പുരുഷന്മാരെയും വനിതാ അത്ലറ്റുകളെയും ചിലർ മാൻ മംസിനായി പരിഗണിക്കാറുണ്ട്. ഇതുപോലെ മുൻപൊരു യൂറോപ്യൻ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആലിംഗന സേവനം നൽകാനായി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോഴും അത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുരുഷന്മാരാണ് കൂടുതലായും ഇത്തരം സ്ത്രീകളെ ആലിംഗനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിശ്ചിത സമയത്ത് ആലിംഗനം ചെയ്താൽ മണിക്കൂറിൽ ഇത്ര രൂപ വെച്ച് ഈടാക്കിയിരുന്നു. അതിൻ്റെ മറ്റൊരു പതിപ്പാകാം ഇപ്പോൾ ചൈനയിൽ കണ്ടുവരുന്ന ഈ മാൻ മം എന്ന ഈ ഒരു ആശയം. അതുപോലെ ജപ്പാനിലും ഇത്തരം ട്രെൻഡുകളുണ്ട്. അത് പക്ഷേ ഇത്തരത്തിൽ ആലിംഗനത്തിലല്ല, അവിടെ വാടകയ്ക്ക് ഭാര്യയെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വരെ അവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തും കിട്ടുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ വാടകയ്ക്ക് ഭാര്യമാരെ കിട്ടുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഈ വാടകയ്ക്ക് ഭാര്യമാരെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയിൽ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കിട്ടുമെന്ന് അവിടെ അർത്ഥമാക്കരുത്. ചിലപ്പോൾ അതുമുണ്ടാകാം. എങ്കിലും തങ്ങൾക്ക് ആവശ്യമായ സാന്ത്വനം, സ്നേഹം,
അല്ലെങ്കിൽ കൂടെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള സേവനങ്ങൾക്ക് വേണ്ടി ജപ്പാനിൽ പ്രത്യേകമായ ആപ്പുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ ഓരോ കാലങ്ങളിലുണ്ടാകുന്ന ട്രെൻഡുകൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല.